സുനാമി തിരമാലകൾ കേരള തീരത്ത് നാശം വിതച്ചിട്ട് നാളെ 10 വർഷം തികയും. 1400 കോടിയിലധികം രൂപയുടെ ദുരിതാശ്വാസ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഇന്നും പദ്ധതികളൊന്നും എങ്ങും എത്തിയിട്ടില്ല. സുനാമിയിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ച കൊല്ലം ആലപ്പാട് പഞ്ചായത്തിൽ സുരക്ഷയ്ക്കായി കടൽത്തീരത്ത് പുലിമുട്ട് നിർമ്മിക്കാമെന്ന വാഗ്ദാനവും ഇതുവരെ നടപ്പായിട്ടില്ല. കൊല്ലം ആലപ്പാട് പഞ്ചായത്തിലെ 5-6 വാർഡുകളിലായിരുന്നു രാക്ഷസ തിരമാലകൾ ഏറ്റവും അധികം നാശം വിതച്ചത്. കര മുഴുവൻ സുനാമി തിരകൾക്കൊപ്പം ഒലിച്ചുപോയി. കേരളത്തിന് നഷ്ടമായ 168 ജീവനുകളിൽ 143 പേരും ആലപ്പാട് പഞ്ചായത്തിലെ 2 വാർഡുകളിലുള്ളവരായിരുന്നു. ദുരന്തം നടന്ന് 10 വർഷം പിന്നിട്ടിട്ടും സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതികൾ ഇവിടങ്ങളിലുള്ളവർക്ക് ഇപ്പോഴും അന്യമാണ്. സുരക്ഷയ്ക്കായി വാർഡുകളിലെ തീരങ്ങളിൽ പുലിമുട്ട് നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ പൂർത്തിയാക്കാനായിട്ടില്ല. നിർമ്മിച്ച 2 പുലിമുട്ടുകളും അശാസ്ത്രീയമാണെന്നും ആരോപണമുണ്ട്. ഈ സീവാൾ എന്ന് പറയുന്നത് ഈ തീരത്തിന്റെ അതേ ഉയരമേ ഉള്ളൂ. ഒരു തിര വന്നാൽ ഇപ്പുറത്തോട്ട് വീഴുന്നതിന് യാതൊരു വിധമായ തടസ്സവും ഉണ്ടാകത്തില്ല. ആ രീതിയിലാണ് ഈ സീവാളെന്ന് പറയാൻ ഒക്കത്തില്ല. ഇതൊരു കരിങ്കൽ ഭിത്തി കരയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ഭിത്തിയായിട്ടല്ലേ ഇത് ഇപ്പൊ നിലനിൽക്കുന്നത്. സുനാമിയിൽ തകർന്ന സ്രായിക്കാട് ഹരിജൻ വെൽഫെയർ LP സ്കൂൾ, ആയുർവേദ ആശുപത്രി എന്നിവ പുനർനിർമ്മിക്കാൻ പുനരധിവാസ ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും ചിലവാക്കിയില്ല എന്നും പരാതിയുണ്ട്. പ്രദേശത്ത് ആകെയുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടുമില്ല. കുടിവെള്ള പ്രശ്നവും പ്രദേശത്ത് രൂക്ഷമാണ്. പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും അന്യമാണെന്ന് ചുരുക്കം. റിപ്പോർട്ടർ, കൊല്ലം.